ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ല അല്ലേ? ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോസ് ഏറെക്കുറെ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ എല്ലാ ഐറ്റംസും ഞാനിവിടെ അടുത്തടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു എഗ് മസാലയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 4 എഗ്ഗ് ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ മഞ്ഞക്കരുവും വെള്ളയൊക്കെ മാറ്റിയെടുക്കണം. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണിത്. പറ്റ ചതച്ച് അങ്ങനെയല്ല, ഒരുമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. പറ്റ പേസ്റ്റുമല്ല പറ്റ ചതച്ചതുമല്ല, ആ ഒരു പരുവത്തിൽ. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു സ്പൂൺ കാശ്മീരിയും സാദാ മുളകും കൂടെ പൊടിച്ചതാണ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ബീഫ് മസാല 1/2 സ്പൂണ്. പിന്നെ നമുക്ക് കടുക്, പെരുംജീരകം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് മാറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കിത് എഗ് മസാല റെഡിയാക്കുക. ഇതാ കണ്ടല്ലോ, നമ്മളെടുത്ത ആ 4 മുട്ടയുടെ വെള്ള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് മഞ്ഞക്കരു ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള 2 വറ്റൽമുളക് 2 എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം പെരുംജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഈ ഉള്ളിയുടെ കൂടെ കിടന്ന് മൂത്ത് വരട്ടെ. പൊടിച്ചതല്ല, പൊടിക്കാത്ത മുഴുവനത്തെ ഉള്ള പെരുംജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരല്പം കൂടെ ഇട്ടേക്കാം, കുറച്ചേ ആയുള്ളൂ. പെരുംജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ എഗ് മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനത് പൊടിക്കാതെ ചേർത്തത് കേട്ടോ. ഇടയ്ക്ക് ആ പെരുംജീരകത്തിൻ്റെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് അരച്ചെടുത്തതാണ്. നമുക്കതിലേക്ക് കറിവേപ്പില, ഇത് മൈസൂർ മല്ലിയാണ്, 2 ചെറിയ തണ്ട് മൈസൂർ മല്ലി അരിഞ്ഞിട്ടുണ്ട്. ഈ കറിവേപ്പിലയും മൈസൂർ മല്ലി ഇതിലെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചങ്ങ് ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളകും, മല്ലിച്ചപ്പും, കറിവേപ്പിലയും, ടൊമാറ്റോ, ഉള്ളി മൂത്തതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവർ
നല്ലൊരു സ്മെല്ല് ഇപ്പം തന്നെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. സമയം നമുക്കൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാ മസാലപ്പൊടികളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയുന്നു, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബീഫ് മസാല, 2 ചെറിയ ഏലക്ക ചതച്ചത്, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇതിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കൊരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കറിയല്ല, റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അത് ഇത്രയും മതിയാകും. നമുക്ക് ഇതിനകത്ത് വെള്ളം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതിനൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് പിഴുകി വേകാനായിട്ട് വെക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ മഞ്ഞക്കരു ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ മഞ്ഞക്കരു ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല നന്നായിട്ട് മസാലയൊക്കെ ഇവിടെ തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്ക്, ചോറിന് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫൈനൽ സ്റ്റെപ്പാണ്. മസാലയെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കും. നമ്മുടെ എഗ് മസാല ഏറെക്കുറെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റംസാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പം നമ്മുടെ എഗ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരല്പം മല്ലിയില കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ടുണ്ട്. അപ്പോൾ കണ്ട
കണ്ടാൽ തന്നെ അത് കഴിക്കാനായിട്ട് തോന്നില്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. അപ്പം അവർക്ക് യാതൊരുവിധ പ്രയാസമില്ലാതെ മുട്ടയുടെ മഞ്ഞക്കരുവും കഴിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്താലായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് ഓരോരോ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം ലഭിക്കുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ നെയിം ജോളി റെജി സൂപ്പർ വ്ളോഗ്. ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ.